ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അസ്സിയാമു സിഫാഉൻ ലിന്നഫ്സി. നോമ്പ് എന്നുള്ളത് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്നതാകുന്നു, തെളിമ ഉള്ളതാക്കുന്നതാകുന്നു. عن عبد الله بن عباس رضي الله عنهما قال قال رسول الله صلى الله عليه وسلم صوم شهر الصبر وثلاثة أيام من كل شهر يذهبن وحر الصدر. رواه أحمد. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പ അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ മകനാണ്. ഹിജ്റക്ക് 3 വർഷം മുമ്പാണ് സഹാബി മക്കയിൽ ജനിക്കുന്നത്. ഷൈബ അബി താലിബിൽ ഹാഷിം കുടുംബത്തെ ബഹിഷ്കരിച്ചപ്പോൾ അവിടെയാണ് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു ജനിച്ചത്. ശേഷം മക്കയിലായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയി. ഫത്ഹ് മക്കൻ്റെ അന്ന് റസൂലും സഹാബാക്കളും മക്കയിലേക്ക് വരുമ്പോൾ അബ്ദുല്ലാഹി ബിൻ അബ്ബാസും പിതാവ് അബ്ബാസ് റളിയല്ലാഹു അൻഹുമ രണ്ടാൾക്കാരും മുസ്ലിമായിട്ട് മദീനയിലേക്ക് വരികയാണ്. അപ്പോൾ ജുഹ്ഫയിൽ വെച്ച് റസൂലിനെ കണ്ടുമുട്ടി. എന്നിട്ട് അവിടുന്ന് മുസ്ലിമായി തിരിച്ച് മക്കയിലേക്ക് എന്തായി റസൂലിൻ്റെ കൂടെ പോയി. ഹിജ്റ 68 ത്വായിഫിൽ വെച്ച് വഫാത്തായി. 1660 ഹദീസ് ഉദ്ധരിച്ച സഹാബിയാണ്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ദുആ ചെയ്തു. ഖുർആൻ പഠിക്കാനും അത് മനസ്സിലാക്കാനും അതിൻ്റെ തഫ്സീർ തർജമാനുൽ ഖുർആൻ അല്ലെങ്കിൽ ഹിബ്റുൽ ഉമ്മ എന്ന പേരിലൊക്കെ അറിയപ്പെട്ട സഹാബിയാണ്. റഈസുൽ മുഫസ്സിരീങ്ങളുടെ നേതാവായിട്ട് അറിയപ്പെട്ട സഹാബിയാണ്. അദ്ദേഹം പറയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൗമു ഷഹരി സ്വബിരി, സ്വബറിൻ്റെ മാസത്തിലുള്ള, ക്ഷമയുടെ മാസത്തിലുള്ള നോമ്പ്. ക്ഷമയുടെ മാസം എന്ന് പറഞ്ഞാൽ ഷഹ്റു റമദാൻ, റമദാനാണ്. കാരണം റമദാനിന് സൗമു ഷഹർ അല്ല ഷഹ്റു സ്വബർ എന്ന് പേരുണ്ട്, ക്ഷമയുടെ മാസം എന്ന് പേരുണ്ട്. കാരണം റമദാനിലുണ്ട് ക്ഷമയുടെ 3 രീതിയും അതിലുണ്ട്. സ്വബർ 3 രീതിയിലാണ്. ഒന്ന്, നന്മകൾ ചെയ്യാൻ, താഅത്ത് ഇബാദത്തുകൾ ചെയ്യാനുള്ള സ്വബർ, അത് ക്ഷമിച്ച് സഹിച്ച് ചെയ്യണം, അതിനുവേണ്ടി സമയം കൊടുക്കണം. അതാണ് അസ്സബ്റു അലാ ത്വാഅത്തില്ലാ എന്ന് പറയും, അല്ലാഹുവിനെ അനുസരിക്കുന്നതിലുള്ള സ്വബർ. രണ്ടാമത്തത് അസ്സബ്റു അൻ മഅസിയത്തില്ലാ, തെറ്റുകൾ ചെയ്യാതിരിക്കാനുള്ള ക്ഷമ, സാഹചര്യങ്ങളിലായിട്ട് അവസരം ഉണ്ടായിട്ടും തെറ്റിന്ന് മാറി നിൽക്കാനുള്ള ക്ഷമ, അതും എന്നിട്ട് റമദാനിലുണ്ട്. മൂന്നാമത്തത് അസ്സബ്റു അലാ ഖളാ ഇല്ലാഹി വ ഖദരിഹി, അള്ളാഹുവിൻ്റെ ഖളാ ഖദറിൽ ക്ഷമിക്കുക. എന്തെങ്കിലും മുസീബത്തുകൾ വിപത്തുകൾ ഉണ്ടെങ്കിൽ അതിൽ ക്ഷമിക്കുക, അതും എന്തിലുണ്ട്? റമദാനിലുണ്ട്. അപ്പം ക്ഷമയുടെ 3 രൂപങ്ങളും ഒന്നിക്കുന്ന മാസമാണെന്ത്? റമദാൻ മാസം. അതുകൊണ്ട് തന്നെ ഷഹ്റു സ്വബർ എന്നതിന് പേരുണ്ട്. അപ്പം റമദാൻ മാസത്തിലുള്ള നോമ്പും വസലാസത്തി അയ്യാമിൻ മിൻ കുല്ലി ഷഹ്റിൻ, എല്ലാ മാസത്തിലുമുള്ള 3 ദിവസത്തിലുള്ള നോമ്പ്. അയ്യാമുൽ ബീദിൻ്റെ നോമ്പ് 13, 14, 15 തീയതികളിൽ അയ്യാമുൽ ബീദ്. അത് കൃത്യമായിട്ട് നോക്കുന്ന ഒരാൾ ഒരു വർഷം മുഴുവൻ നോമ്പെടുത്തവനെ പോലെയാണ്. കാരണം ഒരു നോമ്പിന് 10 ഇരട്ടി കൂലിയാണ്. അപ്പോൾ ഒരു മാസം 3 നോമ്പെടുത്താൽ 30 ദിവസത്തെ കൂലിയായി. ഇപ്പം എല്ലാ മാസവും ഇതെടുത്താൽ എന്തായി? മുഴുവൻ മാസവും നോമ്പെടുത്ത പ്രതിഫലം, ഒരു വർഷം മുഴുവൻ നോമ്പെടുത്ത പ്രതിഫലമായി. മറ്റൊരു ഹദീസ് അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്, കസിയാമിദ്ദഹരി, വർഷം മുഴുവൻ നോമ്പെടുക്കുന്നവനെ പോലെയാണെന്ന് തന്നെ ഹദീസ് വന്നിട്ടുണ്ട്. അപ്പം ഈ അയ്യാമുൽ ബീദിൻ്റെ എല്ലാ മാസത്തിലുമുള്ള ഈ 3 ദിവസത്തെ നോമ്പും റമദാൻ മാസത്തിലെ നോമ്പും യുദ്ഹിബിന, അവകൾ നീക്കിക്കളയും, വഹറ സദിരി, നമ്മുടെ മനസ്സിൻ്റെ രോഗങ്ങളെ, മനസ്സിൻ്റെ ദുസ്വഭാവങ്ങളെ, ദേഷ്യം, പക, ചതി, വഞ്ചന, അതുപോലെ തന്നെ ഒരു മുരട്ട് സ്വഭാവം, അങ്ങനെ മ്ലേച്ഛമായ മോശമായ എല്ലാ സ്വഭാവങ്ങളിൽ നിന്നും നമ്മുടെ മനസ്സിന് ഈ നോമ്പ് ശുദ്ധീകരിക്കും. അതാണ് ഈ ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നോമ്പെടുത്താൽ നമ്മുടെ മനസ്സ്, നമ്മുടെ ശരീരം ശുദ്ധിയാകുന്നത് പോലെ
നമ്മുടെ മനസ്സും ശുദ്ധിയാക്കപ്പെടും നോമ്പിലൂടെ. ഇപ്പം റമദാൻ മാസത്തിലെ നോമ്പും മാസത്തിലെ 3 ദിവസത്തെ നോമ്പും നമ്മുടെ മനസ്സിൻ്റെ രോഗങ്ങളെ, ദുസ്വഭാവങ്ങളെ അത് നീക്കിക്കളയും, ഇല്ലാതാക്കും എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം